ഹലോ. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനൊരു വീഡിയോ എന്തായിട്ട് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം കുറേയായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. പിന്നെ എൻ്റെ വീഡിയോസ് ഒരിക്കലെങ്കിലും കാണുന്നവർക്കറിയായിരിക്കും. എൻ്റെ പേര് ഹന. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയി. ബട്ട് ഞാൻ വീഡിയോസ് ഇടാറില്ല. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസൊന്നും ഇടാറില്ല. അപ്പം ഞാൻ ഇന്ന് മുതൽ ഇൻഷാല്ലാഹ് നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിക്ക് ശ്രമിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങിയല്ലോ. ലാസ്റ്റ് ആനുവൽ എക്സാം ആണല്ലോ. അപ്പം ആനുവൽ എക്സാമിന് നമ്മൾ ഇതുവരെ ഇപ്പം ഫസ്റ്റ് ടേം എക്സാം, സെക്കൻഡ് ടേം എക്സാം, ലൈക്ക് ക്രിസ്മസ് എക്സാം എഴുതി, ഓണം എക്സാം എഴുതി, ആൻഡ് കുറേ മിഡ് ടേം എക്സാം, ലൈക്ക് യൂണിറ്റ് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റ്, അതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പഠിച്ച് വള്ളം പോലെ പഠിച്ചിട്ട് പോയാലും നമുക്ക് മാർക്ക് കിട്ടത്തില്ല അല്ലേ. മാർക്ക് കിട്ടാത്ത വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ മാർക്ക് കുറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് കുറഞ്ഞാൽ നമ്മൾ എല്ലാവരും എങ്ങനെ ഇത് പഠിക്കണേ, ഞാൻ പഠിച്ചിട്ട് എന്താ എനിക്കൊന്നും കിട്ടാത്ത, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുക. ഒബ്വിയസ്ലി എല്ലാവരും അങ്ങനെ ഇരിക്കും മിക്കവാറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇതെല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ബേസിക്കെങ്കിലും മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. കുറേ ലാഗ് ആക്കുന്നില്ല. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ ന്യൂ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും, ഈ വീഡിയോസിൽ എന്തൊക്കെ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിലും, ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ നല്ല നല്ല വീഡിയോസ് ആൻഡ് നല്ല നല്ല കണ്ടൻറ്റ് ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ടിപ്പ് എന്താ, ടിപ്പ് നമ്പർ 1, ടിപ്പ് ട്രിക്ക് അങ്ങനെ നമുക്ക് പോകാം കേട്ടോ. സോ ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാമിന് പോകുമ്പം ചിലവരുണ്ടാവും, അതിപ്പോൾ 10th ആണെങ്കിലും +2ലാണെങ്കിലും അതുവരെ, അതായത് ഈ ഒരു വർഷം ഉണ്ടായിട്ട് ഒരു വർഷം പഠിക്കില്ല. അവസാനം എക്സാമിൻ്റെ തലേ ദിവസം രാത്രി ആയിരിക്കും ഇരിക്കുക. ഇതിന് രാവിലെ സമയം ഉണ്ടായിട്ടും ചില രാത്രി ഇരുന്നിട്ടായിരിക്കും പഠിക്കുക. എക്സാമ്പിൾ ദിസ് എ ബുക്ക്, ദിസ് വൺ ഈസ് എ ബുക്ക്. എക്സാമിൻ്റെ രാത്രി ഇരുന്നിട്ടായിരിക്കും പഠിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 10th-ലും +2-ലൊക്കെ പഠിക്കുന്നവർക്ക് ഈ രാത്രിയിൽ ഈ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ളവരെ പഠിക്കുന്നത് പോലെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ഇതും എഴുതാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ എൻ്റെ എക്സാം പേപ്പറിന്ന് ജസ്റ്റ് വിചാരിക്കുക, എക്സാം പേപ്പറൊന്നും ഇവിടെ ഇല്ലല്ലോ, എക്സാം പേപ്പർ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. എക്സാം പേപ്പറെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ എടുത്ത് 1ൻ്റെയും 2ൻ്റെയും ആൻസർ എനിക്കറിയാം, ഞാൻ പഠിച്ചത്. ബാക്കിയൊന്നും എനിക്കറിയില്ല എന്ന് വിചാരിക്കും. അപ്പം ഞാൻ പഠിച്ചതാണെങ്കിൽ തലേ ദിവസം, അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതിപ്പം നമ്മൾ 1ാം ക്ലാസ് മുതൽ LKG മുതൽ ഇന്നെന്താണ് എടുത്തത്, ഇന്ന് ക്ലാസ്സിൽ മിസ്സ് ഫോട്ടോസിന്തസിസ് എടുത്തു. അന്ന് നമ്മളത് വീട്ടിൽ വന്നപാടെ തന്നെ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നമ്മൾ തന്നെ പഠിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എക്സാംസിനും നമുക്ക് ഫുൾ മാർക്കായിരിക്കും. ഫുൾ ക്ലാസ് ടോപ്പറിൻ്റെ ഒരു ട്രിക്കും കൂടിയാണ് അത്. നമ്മൾ ഒരിക്കലും എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് പഠിക്കരുത്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഇങ്ങനെ എന്താ പറയുക, രാത്രി പഠിച്ചിട്ടൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. രാത്രി ചിലവർ ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ പഠിക്കും. ചിലപ്പം ക്ലാസ്സിൽ നിന്ന് പോലും ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. ലാസ്റ്റ് ആനുവൽ എക്സാമിന് എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പലരും പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്ന നല്ലൊരു വേ ഓഫ് മെത്തേഡാണ്, നമ്മൾ എക്സാമിന് മുമ്പ്, അതായത് അത്യാവശ്യം ഏറ്റവും കുറഞ്ഞത് ഒരു 4 ദിവസം മുമ്പെങ്കിലും പഠിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടഫായ സബ്ജക്റ്റ് ഫസ്റ്റ് തുടങ്ങാം.
ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ലാസ്റ്റത്തേക്ക് മാറ്റാം. ഇപ്പം 4 ദിവസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി. അങ്ങനെ ഇപ്പം ഹിന്ദി ഏറ്റവും സിമ്പിളാണെന്ന് വിചാരിക്കും. എന്നിട്ട് അത് നിങ്ങൾ ലാസ്റ്റത്തേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഹിന്ദി സിമ്പിൾ ആൻഡ് സിമ്പിളാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഹിന്ദി ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിക്കാം. ഈ 10th +2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 5 മാസം മുമ്പെങ്കിലും, ആനുവൽ എക്സാം എന്നുള്ള എല്ലാ എക്സാമിനും 5 മാസം മുമ്പെങ്കിലും പഠിക്കാം. എൻ്റെ ദീദിയൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം 10th പോകുമ്പോഴാണെങ്കിലും +2 പോകുമ്പോഴാണെങ്കിലും ഈ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, സ്കൂളൊക്കെ തുറക്കുന്നതിനും 1 മാസം മുമ്പൊക്കെ അവർ പഠിക്കും. അതുകൊണ്ട് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം നമുക്ക് അത് രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞാൽ കേട്ടോ, നമ്മൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കിട്ടൂല എന്ന് നമ്മൾ വിചാരിക്കരുത്. എനിക്ക് കിട്ടും എന്നുള്ളതിൽ പഠിക്കാം. ഓക്കെ, സോ ഒരിക്കലും രാത്രി പഠിക്കരുത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞത്. അടുത്ത സെക്കൻഡ് ഫസ്റ്റ് ട്രിക്ക് നോക്കാം. ട്രിക്ക് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കിടിലൻ ആയിട്ടുള്ളൊരു എയിം ഉണ്ടാവണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിക്കാനിരിക്കുകയാണ്, എല്ലാം പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഫ്രണ്ട് വിളിക്കുകയാണ്, നീ പഠിക്കാൻ തുടങ്ങിയോ, എക്സാം അല്ലേടി അടുത്ത മാസം, നീ പഠിക്കാൻ തുടങ്ങിയോ? കാരണം നമ്മൾ ഞാൻ പഠിക്കാൻ തുടങ്ങി, ഞാനിതൊക്കെ കഴിയാൻ, ഞാൻ പഠിച്ചിട്ട് എവിടെ എത്തി മോളെ, നീ പഠിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, വേഗം പഠിച്ചേ, അങ്ങനൊന്നും പറയണ്ട കേട്ടാ. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങളെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സിന് തീരെ മാർക്ക് കൊടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പം പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചെന്ന് പറയുമ്പം ഫ്രണ്ട്സ് എന്ത് ചെയ്യും, വളരെ പഠിച്ചതിന് അങ്ങനെയുള്ളതിൽ നിൽക്കും. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ പഠിപ്പ് മൊത്തത്തിൽ പോകും. പിന്നെ ഒരിക്കലും നമുക്ക് ചിലപ്പം പഠിക്കാൻ വേണ്ടി കഴിയൂല. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ സീക്രട്ടായിരിക്കാം, അതായത് ഇതിന് പറയുന്ന പേരാണ് സീക്രട്ട് സ്റ്റഡി. ഒരാളും അറിയിക്കാണ്ട് പഠിക്കുക. ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് ഈ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് കുറച്ച് കാലമായി, കുറച്ച് 2-3 ദിവസമായി. എനിക്ക് ഡിസ്റ്റിങ്ഷനാണ്. അതും നല്ല മാർക്കോട് കൂടിയിട്ട് എന്നെക്കാളും പഠിക്കുന്നവരൊക്കെ ഞാൻ നല്ലോണം പൊട്ടിച്ചിട്ടാണ് മാർക്ക് വാങ്ങിയത്. അതെന്താണ്, സീക്രട്ട് സ്റ്റഡിയിലൂടെയാണ് ഞാൻ വാങ്ങിയ മാർക്ക്. അതായത് സീക്രട്ട് സ്റ്റഡി മീൻസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പഠിക്കലുണ്ടോ നീന്? ഞാൻ പറയും ഞാൻ കുറച്ചൊക്കെ തുടങ്ങിയിന്, എന്നാലും വിളിങ്ങനൊന്നും ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, അങ്ങനെയാണ് ഞാൻ പറയല്. അല്ലാണ്ട് പിന്നെ ഞാൻ പഠിച്ച് കഴിഞ്ഞ് ഞാൻ തുടങ്ങിയിന് 2-3-4 മാസമായി, ഒരു ബുക്ക് കംപ്ലീറ്റ് ആയി, രണ്ടാമത്തെ ബുക്ക് തുടങ്ങി, അങ്ങനെ പറയും. കുറേശ്ശെ തുടങ്ങി, അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് സീക്രട്ട് സ്റ്റഡിയിലൂടെ നല്ല 1 മാർക്ക് കിട്ടി എനിക്ക്. അതിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. സോ ട്രിക്ക് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് സ്റ്റഡി. ആൻഡ് ടിപ്പ് നമ്പർ 2 ആണ്, ഒരു റൂട്ടീൻ നമുക്കുണ്ടാവണം. ഒരാളെടുക്കും ഷെയർ ചെയ്യാത്ത, നമ്മുടെ പാരൻസ് മാത്രം അറിയുന്ന, ഫാമിലി റിലേറ്റീവ്സ് ആരും അറിയാത്ത, നമ്മുടെ പാരൻസ് മാത്രം അറിയുന്ന ഒരു റൂട്ടീൻ മീൻസ് സ്റ്റഡി റൂട്ടീനാണ് എന്നൊന്നുമില്ല ഞാൻ പറയുന്നത്, ഒരു ഡെയിലി റൂട്ടീൻ. അതായത് ഇപ്പം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, രാവിലെ ചെയ്യുന്ന പ്രെയർ ആണെങ്കിൽ യോഗ, എക്സസൈസ്, വാക്കിങ്, അതൊക്കെ 5 to 6 മണി വരെ ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോരോ ഇതിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവല്ലോ, ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ കോഴ്സിനൊക്കെ, അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ അത് കാണാം. പിന്നെ ട്യൂഷന് പോകും ചിലവർ, അങ്ങനെ അവർ പോവുക, അല്ലെങ്കിൽ പഠിക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകുമ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടി പറ്റും. സോ ടഫ് സബ്ജക്റ്റ് പഠിക്കുക. പിന്നെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുക, കുളിക്കുക, മാറ്റുക, ഫുഡ് കഴിക്കുക, സ്കൂളിൽ പോവുക. സ്കൂളിൽ വന്നിട്ട് മെയിനാണ്, സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഏത് കളി
ഫോൺ നോക്കൽ അത് അങ്ങനെ വേണ്ട. ഒരു 5-10 മിനിറ്റൊക്കെ മതി. നമ്മൾ ബോഡി കുറച്ച് എനർജറ്റിക് ആയിട്ട് എക്സസൈസബിൾ ആയിട്ടുള്ള പ്ലേയിങ് നമ്മൾ ചെയ്യുക. അതിപ്പോൾ എത്രാം ക്ലാസ്സിലാണെങ്കിലും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നമ്മൾ നല്ല ഉഷാറാവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം എക്സസൈസ് പോലെ ഉള്ള കളികൾ കളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഓട്ടോ മത്സരം, ഒളിച്ചാമ്പത്തി, ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് റേസിങ്, അതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നല്ലൊരു വേ ഓഫ് മെത്തേഡാണ്. അടുത്ത് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഫുഡ് കഴിക്കുക, ആൻഡ് പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കുക, പിന്നെ പഠിക്കുക, വീണ്ടും പ്രെയർ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കുക. പിന്നെ ഖുർആൻ ഓതുന്നവർക്ക് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, അവർക്ക് പല പല എന്താണ് ഇപ്പം പ്രെയർ ഉണ്ടാവും. ആൻഡ് ചർച്ചിൽ പോയിട്ട് പ്രെയർ ഉണ്ടാവും, പിന്നെ അമ്പലത്തിൽ പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങളുടെ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. സ്റ്റഡിയിലൊന്നും മാറ്റങ്ങൾ വരുത്തണ്ട കേട്ടോ. ആൻഡ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിക്കുക, വീണ്ടും ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകുക, ലൈക്ക് ഷവർ പോലെ തന്നെ തല ഒഴിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ കിടക്കുക. ഒരു 10 മണിയാകുമ്പോൾ ഉറങ്ങും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് തീരെ ഭയങ്കര മടിയാണ്. ഇപ്പോൾ റമദാൻ തുടങ്ങിയല്ലോ, നോമ്പ് തുടങ്ങിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റൂട്ടീൻസൊക്കെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നൊരു കുട്ടിയാണ് ഇപ്പം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഫീൽ ചെയ്യുന്നത്. തീരെ കുളിക്കാൻ മടി ഉള്ള ആളാണ് ഞാൻ കേട്ടോ. എനിക്ക് ഭയങ്കര കുളിക്കാൻ മടിയാണ്. ഇപ്പം ഞാൻ മാക്സിമം കുളിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെൻ്റെ റിലേറ്റീവ്സൊക്കെ കാണുമ്പോൾ ഇത് എന്നായിരിക്കും പലരും പറയാം. ആൻഡ് പിന്നെ പലരും പറയും കുളിക്കാത്തൊക്കെ പറയുന്നത്. ഞാൻ ശരിക്കും പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കസിൻസ് ആണെങ്കിലും സിബ്ലിങ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഇന്നലെ മുതലായിരുന്നു കുളിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഓക്കെ, അപ്പം നമ്മളൊരു റൂട്ടീന് ഫോളോ ചെയ്യാം. സോ ഫോളോ എ റൂട്ടീൻ. ഓക്കെ, അതാണ് അടുത്തത്. ട്രിക്ക് നമ്പർ 2. ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം പഠിക്കട്ടെ, എല്ലാം ഒരു ദിവസം കൂടി കൊണ്ട് പഠിക്കട്ടെ, എല്ലാ എക്സാമും ഒരു ദിവസം കൊണ്ട് കഴിയട്ടെ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും പഠിക്കരുത്. പകരം മെല്ലനെ ടൈം എടുത്ത് ഇപ്പം ഒരു സബ്ജക്റ്റ് അതിൽ നല്ലോണം കോൺസെപ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് പഠിക്കാം. അല്ലാണ്ട് ഒറ്റയടിക്ക് പഠിച്ചിട്ട് അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, ബ്രേക്ക് എടുത്ത് പഠിക്കാം. അല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാം പഠിച്ച് തീരും എന്ന് വിചാരിക്കരുത്. ഓക്കെ, ആൻഡ് അടുത്ത ടിപ്പാണ്, നമ്മൾ എന്താണ് ഇപ്പോൾ പഠിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഫോണിലൊക്കെ പഠിക്കുന്നവർ വിചാരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫോണ് അയ്യോ ഇതൊക്കെ എന്ത് എക്സാമ്പിളല്ലേ. ഒരു ഫോണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ പഠിക്കുകയാണ്. പെട്ടെന്നൊരു റീല് അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ട് ആരെങ്കിലും റീൽ അയച്ച് അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഷോർട്സ് വന്ന് എന്നാൽ കുറച്ച് നേരം അത് നോക്കട്ടെ, മെല്ലനായി നിൽക്കും. അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും റീൽസ് ഒന്നും നോക്കണ്ട, കണ്ടിന്യൂസ്ലി പഠിക്കണ്ട. ബ്രേക്ക് അങ്ങനെ. ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കരുത്. 10 മിനിറ്റ് 15 മിനിറ്റ്, അതിൻ്റെ കൂടുതൽ ബ്രേക്ക് നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, ആൻഡ് അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്കാണ്. ട്രിക്ക് നമ്പർ 3. ഓക്കെ, ടിപ്പ് നമ്പർ 3. ട്രിക്ക് നമ്പർ അല്ല. ഓക്കെ, ഇനി ട്രിക്ക് നമ്പർ 3 നോക്കാം. ടിപ്പ് നമ്പർ 3 റീൽസ് കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇനി ട്രിക്ക് നമ്പർ 3. ഇപ്പം നമ്മൾ കൂടുതലുള്ളതാണ് ഈ ക്ലാസ്സൊക്കെ കണ്ടിട്ട്. ഇപ്പം സൈലം എക്സാം വിന്നർ ചൂപ്പോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പലരും പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കുന്നുണ്ട്, കുറച്ച് എൻജോയ്മെൻറ്റ്സ് ഉണ്ട്, അത് പഠിക്കാൻ പറയുന്നുണ്ട്. നമ്മളോ കാണുന്നവരോ
പഠിച്ചിരിക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക. ചിലപ്പോൾ ഉറക്കത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ പഠിക്കാൻ പറ്റണം എന്നില്ല. അപ്പം എന്തേ ഒരു നോട്ടോ ഒരു പെന്നോ എടുക്കുക, എന്നിട്ട് നല്ലോണം പഠിക്കുക. അതിലിങ്ങനെ എഴുതി ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതി വെച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുക. ഓക്കെ. ഇപ്പം ക്ലാസ് കാണുന്നവർ അല്ലെങ്കിൽ ഇപ്പം ലൈവ് വിചാരിക്കും. ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഒരു കാര്യം പറഞ്ഞു, ഒരു ബേസിക് സംഭവം പറഞ്ഞു, ഓക്കെ അടുത്തത് എന്ന് പറഞ്ഞിട്ട് അവർ തിരിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്യുക. ലൈവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അയ്യോ ലൈവിൽ എനിക്ക് നിൽക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിക്കരുത്. അത് സ്റ്റോപ്പ് ചെയ്യുക. അത് ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുക, അടുത്ത ടോപ്പിക്ക്. അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. എനിവേസ് ഞാൻ പറയാലോ, നല്ലോണം മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്തി അതൊന്നും വേണ്ട. നമുക്ക് മാക്സിമം നമ്മൾ പഠിച്ചിട്ടാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിലും ഇവർ പഠിപ്പിച്ച് എക്സാം എഴുതുന്നുണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. നമ്മൾ പഠിക്കുക. ബട്ട് ഇതിൽ രണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പഠിക്കുക ആൻഡ് ഇവരെന്താ പറയുന്നത് നോക്കി ഇമ്പോർട്ടൻസ് പഠിക്കുക. മനസ്സിലായോ? നമുക്ക് തോന്നുന്ന ഇമ്പോർട്ടൻസ് ഫസ്റ്റ്, സെക്കൻഡ് അവർക്ക് തോന്നുന്ന ഇമ്പോർട്ടൻസ്. ഓക്കെ. ആൻഡ് അതൊക്കെ പഠിക്കണം. ഈ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കാം. ഓക്കെ. അടുത്ത സംഭവം എന്താണ് നോക്കാം. അടുത്തത് അപ്പോൾ നമ്മൾ ഈ 3 നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്ത നമ്മൾ സ്കൂളിൽ പോയിട്ട് എക്സാം എഴുതുമ്പോൾ തെറ്റിക്കുന്ന മിസ്റ്റേക്സ് നമ്മൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞുതരാം. കാണിച്ചു തരില്ല, പറഞ്ഞുതരാം. സോ ടിപ്പ് നമ്പർ 4. ഇപ്പം നമ്മൾ എക്സാം പേപ്പർ കഴിയുമ്പോൾ കിട്ടി 15 minutes കൂൾ ഓഫ് ടൈം ഉണ്ട്. പലരും കൂൾ ഓഫ് ടൈമിന് എന്ത് ചെയ്യും? കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് ചിലവർ ചിത്രം വരക്കും, ചിലവർ പേരൊക്കെ എഴുതി വെക്കും, ചിലവർ എഴുതാൻ തുടങ്ങും, ഫുള്ള് വായിക്കാണ്ട് അങ്ങനെ എഴുതി തുടങ്ങും. ചിലവർ ഇതൊക്കെ ഒന്നിൻ്റെ മാത്രം എനിക്കറിയാം, ബാക്കിയൊന്നും അറിയില്ല. ഒന്നിൻ്റെ തന്നെ ആദ്യം ചെയ്തിട്ട് അങ്ങനെ അറിയാം. പിന്നെ 2ൻ്റെ അറിയില്ല, 3 അല്ല 2ൻ്റെ എന്തേനു അങ്ങനെ പറഞ്ഞിട്ട് ആ കൂൾ ഓഫ് ടൈം മൊത്തത്തിൽ ടെൻഷൻ അടിപ്പിച്ചിട്ട് കൂൾ ഓഫ് ടൈമിനെ ഇല്ലാണ്ടാക്കാം. നമ്മളെ ഒരു സംഭവം ഇല്ലാണ്ടാക്കലാണ് അത്. നമ്മളെ കൂൾ ഓഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രീത്തൊക്കെ എടുത്ത് ആ ടെൻഷനൊക്കെ ആ ഒരു ടൈം പോയിപ്പിച്ചിട്ട് പറഞ്ഞേ പതുക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് വായിക്കുക. അടുത്ത ക്വസ്റ്റ്യന് എല്ലാം വായിച്ചു നോക്കാം. എന്നിട്ട് അറിയുന്നതിനൊക്കെ ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കാം. ഓപ്ഷൻസ് ഉള്ളതാണെങ്കിൽ ആ ഓപ്ഷൻസ് അറിയെങ്കിൽ അതിനൊന്ന് ടിക്ക് ഇട്ട് കൊടുക്കാം. അറിയാത്തത് അവിടെ വെക്കാം. ഇനി നിങ്ങൾ അറിയുന്നതൊക്കെ എഴുതാം. ഓർഡർ വൈസ് എഴുതണമെന്ന് ഇല്ല. ഓക്കെ. ഇപ്പം 1 എഴുതി 2 അറിയില്ല, എനിക്ക് 2 ആലോചിച്ച് ഇരിക്കരുത്. 2ന് ഒരു ഇത്ര സ്ഥലമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്ര സ്ഥലം ഇവിടെ, ഇത്ര സ്ഥലമാണെങ്കിൽ ഇത്ര സ്ഥലമാണെങ്കിൽ ഇത്ര ഇടാം, ഇത്ര വേണമെങ്കിൽ ഇത്ര മതിയെങ്കിൽ ഇത്ര വിടാം. എന്നിട്ട് 3ാമത്തെ എഴുതാം. അങ്ങനെ സ്ഥലം വിട്ടിട്ട് എഴുതാം. എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കുക. എന്നിട്ട് എന്താണ് അങ്ങനെ ആലോചിക്കുക. ലാസ്റ്റാണ് ആലോചിക്കേണ്ടത്. ഒരിക്കലും ഫേസ്റ്റ് തന്നെ നമ്മൾ ആലോചിക്കരുത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ടേക്ക് പോവാം. അതായത് ട്രിക്ക് നമ്പർ 4 ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിക്ക് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിച്ച് സ്കൂളിലേക്ക് പോകരുത് എക്സാം എഴുതാൻ വേണ്ടിക്ക്. അയ്യോ ഞാൻ പഠിച്ചില്ല, തലകറങ്ങി പോകും, അത് പറഞ്ഞേ അങ്ങനെ നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളായിട്ട് അകന്നിരിക്കണം. നമ്മൾ പഠിച്ച് ഇനി പഠിക്കാൻ പറ്റിയില്ല, കുറച്ചേ പഠിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ച വെച്ചിട്ട് എഴുതും. ഞാൻ ക്ലാസ്സിൽ പോയത് ഓർമ്മയിൽ എനിക്കുണ്ട്, അതൊക്കെ ഞാൻ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിട്ടെങ്കിലും എഴുതി എനിക്ക് A+ഓ B+ ഞാൻ വാങ്ങിക്കോളും. അങ്ങനെയുള്ള ഇതിൽ പോവാം. ഓക്കെ. അടുത്തത് ടിപ്പ് നമ്പർ 4. ഇപ്പോൾ പറഞ്ഞ ടെൻഷൻ പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോയി ഇങ്ങനെ ഫ്രണ്ട് വരും, അവിടെ നീ ഇന്ന ക്ലാസ് കണ്ടില്ല, ഈ ക്ലാസ് അവിടെ അതൊന്നുമില്ല കാണണ്ട, മറ്റേ ക്ലാസ് നിൻ്റെ മൊത്തം പോയിട്ടാ അവിടെ പൊട്ടത്ത് സിമ്പിളാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ
നീന് മറ്റേത് പഠിച്ചിട്ടില്ല അതാ മോളെ ഇമ്പോർട്ടൻറ്റ്, അത് പഠിച്ചിട്ടില്ല അല്ലേ, അങ്ങനെ പറയും. അന്നേരം നമ്മളെന്ത് ചെയ്യും, പഠിച്ചത് മൊത്തത്തിൽ അങ്ങ് പോയിപ്പോവും, തലച്ചോറിനുള്ള ഫുള്ളും പഠിച്ചത് പോയിപ്പോവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതൊക്കെ ഞാൻ പഠിച്ചിനടി, അതൊക്കെ പ്രശ്നമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം അങ്ങനെ പറഞ്ഞ ഓക്കെ. അങ്ങനെ ഒരിക്കലും ആവരുത്. അടുത്ത കാര്യം, ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരാളെ വിശ്വസിച്ചിട്ട് പോകരുത്. ഇപ്പം നമ്മളൊരു ഫ്രണ്ട് പറയും, എടി ഇപ്പം നമുക്ക് 12 ചാപ്റ്റേഴ്സാണ് ഉള്ളതെന്ന് വിചാരിക്കും, 12. ഒരാൾ പറയും നീ 6 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് വാ, നീ ഫസ്റ്റത്തെ 6 പഠിക്കണേ, ഞാൻ ലാസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സ് പഠിക്കാം. ആകുമ്പോൾ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും, ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞുതരും, നീ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ പറയും. എന്നിട്ടോ ഈ ലാസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സും ഫസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സും 12 ചാപ്റ്റേഴ്സും എന്ത് ചെയ്യും, ഈ പറഞ്ഞ കുട്ടി പഠിച്ചിട്ട് വരും. ചിലപ്പോൾ ഈ ലാസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സ് തന്നെയാണ് അവൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പഠിക്കും, അവൾ പഠിച്ച് ഇത് ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതലും ചാൻസ് വരില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരില്ല എന്നല്ല, ലാസ്റ്റത്തിൽ നിന്ന് വരും വലിയ കൂടുതലാണ്. അന്നേരം അവൾ എന്ത് ചെയ്യും, പഠിക്കും. നമ്മൾ 1 2 അങ്ങനെ ചോദിച്ചാലും ഒരു കാര്യമില്ല, അവൾ ഒരു മിനിറ്റ് അങ്ങനെ പറയുന്നതായിരിക്കും. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ, അതാണ് ഇപ്പം പറഞ്ഞ ടിപ്പ് നമ്പർ 5 ആൻഡ് ഇത് മൊത്തം പഠിച്ചിട്ട് വരും, ആൻഡ് മൊത്തം എഴുതും, നമ്മൾ ചോദിച്ചാൽ ഒന്നും പറഞ്ഞു തരത്തില്ല. അടുത്ത ട്രിക്ക് നമ്പർ 5 ട്രിക്ക് നമ്പറാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എക്സാം ഹാളിലേക്ക് പോയി, ഒരു മിനിറ്റ്, ഇപ്പം നമ്മൾ എക്സാം ഹാളിലേക്ക് പോവാണ്, ഒരു ഭാഗം പഠിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഈ കുറച്ചിങ്ങനെ റൗഡിയായി ഞാൻ സ്കൂൾ ഭരിക്കുന്നതൊക്കെയുള്ള അവരൊക്കെയാണ് അത് പിന്നെയും ഉണ്ടാവാം, ഒരു വക പഠിക്കില്ല. രാവിലെ കഷ്ടപ്പെട്ടിട്ട് കുറേ തുണ്ട് പേപ്പർ എഴുതും, തുണ്ട് മീൻസ് ബിഗ് പേപ്പർ, ലൈക്ക് കോപ്പി എഴുതി എനിക്ക് പഠിച്ചോയി. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സാമിന് ഞാനിപ്പോൾ 6th അപ്പോൾ എനിക്ക് ഇങ്ങനെ എക്സാം ഉണ്ടല്ലോ, എക്സാമിന് പോയാലും ഒരു കുട്ടി, ആ കുട്ടീൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ളതാണ്, എന്ത് എഴുത്ത് മാറിക്കാണ്, ഞാൻ കാണുമ്പോൾ ഇതിങ്ങനെ പൊത്തും. പിന്നെ ഞാൻ പറഞ്ഞു നീ പോർഷൻ പഠിച്ചിരുന്നു, അവള് അവൻ്റെ പഠിച്ചോന് ഇനി അതും കൂടി എഴുതണമല്ലോ, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാണ്ട് തുണ്ട് പേപ്പർ എഴുതിയിട്ട് പോകും. ചിലപ്പം സെയിം ക്വസ്റ്റ്യൻ വരും, ചിലപ്പം സെയിം അല്ല നമ്മൾ എഴുതിയതെന്തോ വന്നതെന്തോന്നായിരിക്കും ഉണ്ടാവാം. ആൻഡ് ഇത് നമ്മൾ ആരും കാണുന്നില്ല വിചാരിച്ചിട്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ല. മുകളിലൊരാളുണ്ട്, ദൈവം അഥവാ പടച്ചോനുണ്ട്. പടച്ചോനെ ഇത് കാണുന്നുണ്ടെന്ന് ജസ്റ്റ് എന്നുള്ള ഒരു അക്ഷരം, അള്ളാഹു എന്നുള്ള ഒരു അക്ഷരം, അള്ളാഹു എന്നുള്ള വാക്ക് നമ്മളെ വായിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളെ തോട്ടിൽ വന്നു കഴിഞ്ഞാൽ മതി, നമ്മൾ ആ കോപ്പിയൊക്കെ ചുരുട്ടിച്ചാടണം. ഞാൻ എൻ്റെ എക്സാമിൽ, എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നേ വരെ ഞാൻ കോപ്പി എഴുതിയിട്ട് പോയിട്ടുമില്ല, എക്സാം എഴുതിയിട്ടുമില്ല കോപ്പിനെ കൊണ്ട്, മനസ്സിലായോ? ഒരിക്കലും. ബിക്കോസ് നമ്മൾ ആരും കാണുന്നില്ല, എന്നെ ആരും കാണുന്നില്ല വിചാരിച്ച് നമ്മൾ എഴുതും. പട്ടച്ചോ മുകളിലുണ്ടടാ, നമ്മൾ എങ്ങനെ എഴുതിയാലും അത് ഫുള്ള് ശരിയാണ്, ആ ഫുള്ള് എഴുതിയാലും നമ്മളെ മാർക്ക് നമ്മൾ പഠിച്ചിട്ട് എഴുതിയതല്ല, നമ്മളെ എഡ്യൂക്കേഷന് നല്ലതല്ല, പടച്ചോന് ഇത് നല്ലതല്ല, നരകത്തിലേക്കുള്ള കവാടമാണ്. 4ാമത്തത്, ഇത് ഒരു കാരണവശാലും നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. ഓക്കെ, അത് മനസ്സിലായില്ല, ഒരിക്കലും കോപ്പി എഴുതരുത്. അടുത്തത് ട്രിക്ക് നമ്പർ 6 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒറ്റ മിനിറ്റ്, നമ്മളിപ്പോൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പം പെന്ന്, പെൻസിൽ, റബ്ബർ, സ്കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും എടുക്കാം.
ഒരിക്കലും അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കരുത്. ഞാൻ പറഞ്ഞുതരാം. ഡെയിലി നമ്മളുടെ ബാഗിൽ പൗച്ചിലുണ്ടാവേണ്ടത് ഒന്നാമത്തത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. അതിൽ മെയിനായിട്ട് വേണ്ടത് ഡിവൈഡർ ആൻഡ് കോമ്പസ്, പ്രൊട്രാക്ടർ, സ്കെയിൽ, പിന്നെ വേണമെങ്കിൽ പെൻസിൽ, സെറ്റ് സ്ക്വയർ, സെമി സെറ്റ് സ്ക്വയർ, സെമി സ്ക്വയർ ഇതൊക്കെ എന്തായിട്ട് വേണം. അതുകൊണ്ട് തന്നെ എന്തായിട്ടും നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ഒരിക്കലും അത് കളയരുത്. അതിനകത്തുള്ള സാധനങ്ങൾ നാശാക്കരുത്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. അടുത്ത കാര്യം, അത് നമ്മൾ ഒരു കാരണവശാലും നല്ല സാധനങ്ങളല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുപോകണ്ട. അതിന് കൂടുതൽ ഹൈലൈറ്റർ കാര്യങ്ങളൊന്നും കൊണ്ടുപോകരുത്. സോ നമ്മൾ ഈ ട്രിക്സ് ആൻഡ് ടിപ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 6 കാര്യങ്ങളാണ് ട്രിക്സും ടിപ്സും ഒക്കെ പറഞ്ഞത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് എക്സാം ഹാളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. സോ ഇതുപോലെ ഇനിയും ടിപ്സ് ആൻഡ് ട്രിക്സ്, അതുപോലെ ഇനി യൂസ്ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കിഡീസ് പറയുന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ ബൈ.